അതുകൊണ്ട് എന്നൊന്നും അള്ളാഹു താല ഒന്നും ചെയ്യൂല. എന്തായാലും ശരി, ഈ പൊയ്ക്കോടോ സ്വർഗത്തിക്ക് എന്ന് പറഞ്ഞ ചാക്കീരി പാസ് എനിക്ക് തരും എന്ന് മാത്രമാണ് ഒരാൾ ചിന്തിക്കണമെങ്കിൽ, മനസ്സിലായില്ലേ, എന്ന് മാത്രമാണ് ഒരാൾ ചിന്തിക്കണമെങ്കിൽ, ഇന്നെ ശിക്ഷിച്ചിട്ട് പഠിച്ചവനൊന്നും കിട്ടാല്ല, അതുകൊണ്ട് എന്നെ അള്ള എന്തായാലും രക്ഷപ്പെടുത്തും എന്ന് മാത്രം ചിന്തിച്ചാൽ ഓനും ആരാവും? തോന്നിയാസിയാവും. ഒരിക്കലും എന്ത് ചെയ്യില്ല, നന്മയിലേക്കും വരില്ല. കാരണം എന്താ, എന്റെ നിസ്കാരം ഒന്നും ഇപ്പൊ പഠിച്ചവന് ആവശ്യമില്ലല്ലോ, എന്റെ നോമ്പൊന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ലല്ലോ, ഞാൻ ഇപ്പൊ പല തെറ്റും ചെയ്തു എന്ന് പറഞ്ഞിട്ട് പഠിച്ചവന് എന്തെങ്കിലും വിഷമം വരാണ്ടോ എന്ന് ചിന്തിക്കും. അപ്പോ ഖൗഫ് മാത്രമായാലും ശരിയാവില്ല, റജാ മാത്രമായാലും ശരിയാവില്ല. മറിച്ച് 50-50 എന്ന അനുപാതത്തിൽ ഖൗഫും റജാവും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവൻ ആരോഗ്യത്തോടെ നിൽക്കുന്ന സമയത്ത് പേടി കൊണ്ട് തെറ്റിൽ നിന്ന് മാറാനും പ്രതീക്ഷ കൊണ്ട് നന്മകൾ സജീവാക്കാനുമുള്ള ഒരു മാനസിക ഒരുക്കം അവന്റെ ജീവിതത്തിൽ അത് ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൗ ഉസിന ഖൗഫുൽ മുഅ്മിനി വ റജാഉഹു ലഅതദല. ഒരു സത്യവിശ്വാസിയുടെ പേടിയും അവന്റെ പ്രതീക്ഷയും രണ്ടും തൂക്കി നോക്കപ്പെട്ടാൽ ലഅതദല, അത് രണ്ടും സമായിരിക്കും. അതാണ് 50-50 എന്ന് പറഞ്ഞത്. എത്ര അളവിൽ പേടിയുണ്ടോ അതേ അളവിൽ എന്തും വേണം, പ്രതീക്ഷയും വേണം. അല്ലെങ്കിൽ എത്ര അളവിൽ പ്രതീക്ഷ ഉണ്ടോ അതേ അളവിൽ പേടിയും വേണം. അപ്പോൾ അവന്റെ ജീവിതം നന്മയിലേക്ക് കടന്നു വരാൻ സാധിക്കും. അങ്ങനെ കടന്നു വരുന്ന ഒരു ഘട്ടം വദാലിക്കൽ എഴുത്തിതാലു, അത് രണ്ടും സമായിട്ട് നിൽക്കൽ, പ്രതീക്ഷയും അതേപോലെ തന്നെ പേടിയും സമമായിട്ട് നിൽക്കൽ, ലാ യഹ്സുലു ഇല്ലാ ബിഹാദ ത്വരീഖി, ഈ ഒരു ഘട്ടത്തിലൂടെ അല്ലാതെ എന്താവൂല, അത് ഉണ്ടാവൂല. അതായത് നന്നായി ജീവിച്ചാൽ എനിക്ക് കൂലി കിട്ടും എന്നുള്ള പ്രതീക്ഷയും അതേപോലെ തന്നെ മോശമായി ജീവിച്ചാൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള ആ പേടിയും രണ്ടും കൂടി ഒന്നിച്ചു പോയാലേ ഈ രണ്ടും സമായിട്ട് നിൽക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ കാര്യം അന്നഹു യൽഹറു ബിവഅദിഹി, അള്ളാഹുവിന്റെ വാഗ്ദാനം മുഖേന വ്യക്തമാവുന്നുണ്ട് കമാലു റഹ്മത്തിഹി, അള്ളാഹുവിന്റെ പൂർണ്ണമായ അനുകമ്പയും അനുഗ്രഹവും. അടിമകൾക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്യാൻ കാത്തിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ പ്രഖ്യാപനം നന്നായി ജീവിച്ചാൽ സ്വർഗം തരും എന്ന് പറഞ്ഞതിലുണ്ട്. ഒബി വൈദിഹി, തിന്മ ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ നരകം കിട്ടും എന്ന ആ പേടിപ്പിക്കലിൽ താക്കീതിലുണ്ട് കമാലു ഹിക്മത്തിഹി, അള്ളാഹുവിന്റെ വളരെ യുക്തിഭദ്രമായിട്ടുള്ള അതിന്റെ പൂർണ്ണത അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഫയസീറു ദാലിക സബബൻ ലിൽ ഇർഫാൻ, അവന് നല്ലത് മനസ്സിലാക്കി നന്മയിലേക്ക് കടന്നു വരാനുള്ള പ്രേരണയായിട്ട് ഇത് മാറും. ഇതാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം ആ രംഗത്ത് നമുക്ക് എല്ലാവർക്കും നൽകുന്ന പാഠം. മുഅ്മിനായ മനുഷ്യൻ ഖൗഫും റജാഉം ഒന്നിച്ചു കൊണ്ടുപോകണം. പ്രതീക്ഷയും പേടിയും ഒരേപോലെ ഒരേ അനുപാതത്തിൽ ഉണ്ടാകണം. ഏതുവരെ? മരണത്തിന്റെ അവിടേക്ക് എത്തുന്ന വരെ. അതേ സമയത്തോ മരിക്കാൻ പോണ നേരത്തായ പിന്നെ പേടിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ, ആ പേടിയുടെ അടിസ്ഥാനത്തിൽ തെറ്റിൽ നിന്ന് മാറാനുള്ള ഒരു സാഹചര്യവും ഇല്ല. ആ ഘട്ടത്തിൽ എത്തുമ്പോ വെറും പ്രതീക്ഷ മാത്രമേ അവൻ വെച്ചു പുലർത്താൻ പാടുള്ളൂ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞപ്പോ പറഞ്ഞു, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അന ഇന്ദ ദന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ധരിക്കുന്നത് ഞാൻ അവിടെ ആയിരിക്കും. അപ്പൊ മരിക്കാൻ പോണ സമയം ഇനിയിപ്പോ എന്തായാലും പേടിച്ചാലും സൽക്കർമ്മൊന്നും ചെയ്യാനുള്ള ചാൻസ് ഇല്ല എന്ന് വരുമ്പോ, റബ്ബേ ഈ എന്നെ ശിക്ഷിക്കരുത്, നീ എനിക്ക് പുറത്തു തരും എന്നൊരൊറ്റ പ്രതീക്ഷ മാത്രമേ അപ്പൊ വെച്ച് പുലർത്തുന്നതിൽ അർത്ഥമുള്ളൂ. മറ്റു ചിന്തകളൊന്നും വെച്ച് പുലർത്തിയിട്ട് കാര്യമല്ല. അവിടെ നമുക്കറിയാലോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയണത് കാണാം. വഫാത്തിനോട് അടുത്ത സമയം മഹാനായ ശിഷ്യൻ മുസ്നി റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ അടുത്ത് ചെന്നു. കൈഫ അസ്ബഹത യാ ശൈഖി, എന്താണ് ഉസ്താദെ വിവരം എന്ന് ചോദിച്ചു. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്ബഹതു മിനദ് ദുനിയ റാഹില, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകാനുള്ള സമയമായി. വലിയ ഇഖ്വാനി മുഫാരിഖ, കൂട്ടുകാരോടൊക്കെ പിരിഞ്ഞു പോകാനുള്ള സന്ദർഭമായി. വലിയ സൂഇ അഅമാലി മുലാഖിയ, എന്റെ ജീവിതത്തിൽ വന്ന വല്ല തിന്മകൾ ഉണ്ടെങ്കിൽ അത് മുഖാമുഖം കാണേണ്ട സന്ദർഭമായി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വയലല്ലാഹി വാരിദ, പൂർവോപരി അള്ളാഹുവിനെ സമീപിക്കേണ്ട, അവന്റെ മുന്നിൽ എത്തി നിൽക്കേണ്ട സംഗതി വരികയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലമ്മാ ഖസാ ഖൽബി വലാഖത് മദാഹിബി ജഅൽതു റജാഇ നഹ്വ അഫ്വിക സുല്ലമാ തഅലമനി ദംബി ഫലമ്മാ ഖറൻതുഹു ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅലമാ. എന്റെ ജീവിതത്തിൽ മനസ്സ് കട്ടി കൂടിയപ്പോ പലപ്പോഴും പല അബദ്ധങ്ങളും എന്റെ ജീവിതത്തിൽ, അത് സ്വന്തം ഹലുമുൻ നഫ്സ,
അതായത് അവനവനെ ചുരുക്കി കാണിക്കുക എന്ന് പറഞ്ഞ സ്വാലിഹ്യങ്ങൾ സ്വീകരിച്ച ഒരു വിനയത്തിന്റെ പേരിലുള്ള സമീപന. അല്ലാതെ ഷാഫി ഇമാം ഒരു തെറ്റും ചെയ്യുന്ന ആളല്ല. മറിച്ച് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും ആത്മീയമായ വിശുദ്ധിയിൽ മാത്രം നിലനിർത്തിയത് കൊണ്ടാണ് ഇൽമിന്റെ മറ്റു പലർക്കും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത മേഖലകളിലേക്ക് മഹാനവറുകൾ എത്തിപ്പെട്ടതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഞാനത് വിശദീകരിക്കല്ലോ. നമുക്കറിയാലോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പിന്നെ സംഭവം കാണാം. ശക്കൗതു ഇലാ വക്കീഇൻ സുഅ ഹിഫ്ളി. മെമ്മറി പവറിന്റെ കുറവിനെ സംബന്ധിച്ച് വക്കീർ റളിയല്ലാഹു അൻഹുവിനോട് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ വഔസാനി ബി തർക്കിൽ ലിൽ മആസി, ദോഷങ്ങൾ ഒഴിവാക്കണം, ദോഷങ്ങൾ ചെയ്യരുത് എന്നാ എന്നോട് വസിയത്ത് ചെയ്തത്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞെന്താ, വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. ഇൽമ് എന്ന് പറയുന്നത് പടച്ച തമ്പുരാന്റെ പ്രഭയാണ്, പ്രകാശമാണ്, അത് ദോഷിക്ക് കിട്ടൂല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ത് കിട്ടിയ ആളാണ്? ശരിക്കും ഉപകാരപ്രദമായ നാഫിയായ ഇൽമ് കിട്ടിയ ആളാണ്. വെറുതെ കുറച്ച് തിയറി പഠിച്ചാളെന്നല്ല. തിയറി ഏത് തമ്മാടിക്കും ചിലപ്പോ കിട്ടും, അതിനെപ്പറ്റിയല്ല പറഞ്ഞത്. മറിച്ച് ശരിക്കുള്ള ഉപകാരപ്രദമായ നാഫിയായ ഇൽമ്, ആ ഇൽമെന്ന പടച്ചവന്റെ നൂറ് ശരിക്ക് കിട്ടിയ ആളാ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. ആലിമു ഖുറൈശിൻ യംലു തിബാഖൽ അർളി ഇൽമാ. ലോകത്തിന്റെ മുക്കുമൂലകൾ വിജ്ഞാനം കൊണ്ട് നിറക്കുന്ന ഒരു ഖുറൈശി പണ്ഡിതൻ വരാനിരിക്കുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലോകമൊട്ടാകെയുള്ള ഖുറൈശി പണ്ഡിതന്മാരെ പറ്റി പരിശോധിച്ചിട്ട് അവരെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് ഷാഫി ഇമാമിനെ പോലെ അത് ഫിറ്റാകുന്ന മറ്റൊരാളെ കാണാനില്ലെന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ദോഷമൊന്നും ചെയ്യാത്ത ആളാണ്, തിന്മയിലേക്ക് പോകാത്ത ആളാണ്. മറിച്ച് തന്റെ ജീവിതത്തിൽ ഉള്ള സമയം മുഴുവനും ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് ഇൽമു പഠിക്കുക എന്നുള്ളത്. ചില ആളുകളുണ്ട് ഇൽമിന്റെ ഒരു സംഗതിയായിട്ട് ഓൽക്ക് ബന്ധമുണ്ടാവില്ല, ഓലിങ്ങനെ മാലി മറിച്ച് ഇരിക്കുന്നുണ്ടാവും. അത് മാത്രമേ ഇബാദത്തുള്ളൂ, അത് ശരി തന്നെ. ആ സമയത്ത് അത് മാത്രം ഇബാദത്ത് എന്ന് ധരിച്ചു വെക്കണ ചില സാധുക്കള് ഇൽമിയായ ഒരു ചർച്ചയിൽ ഓല് സഹകരിക്കൂല. അങ്ങനത്തെ സ്വഭാവം മോമിനിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ വന്നിരിക്കണവരൊക്കെ ഇപ്പൊ ആ സ്വഭാവം ഉള്ളവരല്ലാത്തതുകൊണ്ട് നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. മറിച്ച് മഹാനായ മഖ്ദൂം തങ്ങൾ പറഞ്ഞത്, ഒരു അധ്യായം ഇൽമു പഠിക്കുന്നത് 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ അതിന് ശ്രേഷ്ഠതയും പവറും ഉണ്ട് എന്നാ. അപ്പൊ വലിയ ഇബാദത്താണ് ഇൽമിന്റെ വ്യാപനം എന്ന് പറയുന്നത്. അപ്പണിയിലാണ് പ്രധാനമായും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തന്റെ സമയം ചെലവാക്കിയത്. ആ നിലക്ക് ജീവിച്ചപ്പോ തന്റെ ജീവിതത്തിൽ ഒരു തെറ്റുമില്ല എന്നാ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. എന്നിട്ടും അഥവാ താൻ ചെയ്തു പോയ എന്തെങ്കിലും അരുതായ്മയുടെ ഗണത്തിൽ പെട്ടേക്കുമോ എന്ന പേടി കൊണ്ട് സ്വന്തം ശരീരത്തെ വിനീതമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാത്ത ആലമനി ദംബി, എന്റെ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകളൊക്കെ വളരെ ഗൗരവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഫലമ്മ ഖറൻതുഹു ബിഅഫ്വിക റബ്ബി കാന അഫൂക അഅലമാ, ആ തെറ്റുകളൊക്കെ അള്ളാഹുവിന്റെ മാപ്പ് എന്ന് പറയുന്ന അനുഗ്രഹമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ എത്ര തെറ്റുണ്ടെങ്കിലും കാന അഫൂക അഅലമാ, പഠിച്ചോനെ നിന്റെ മാപ്പാണ് ഏറ്റവും വലുത്, എന്റെ തെറ്റല്ല. അപ്പോ വഫാത്തിനോട് അടുക്കുന്ന സമയത്ത് പ്രതീക്ഷ മാത്രം അള്ളാഹു എന്നെ കൈവിടില്ല എന്ന പ്രതീക്ഷ മാത്രമേ വെച്ച് പുലർത്താൻ പാടുള്ളൂ. കാരണം എന്താ, അപ്പൊ പിന്നെ പേടി ഉണ്ടായിട്ട് ആ പേടിയുടെ താല്പര്യം അനുസരിച്ച് നന്മകൾ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ ചാൻസ് ഉള്ള കാലത്ത് എന്ത് വേണം, രണ്ടും സമരസപ്പെടുത്തി ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള സമീപനം സ്വീകരിക്കണം എന്നാണ് ഈ ആയത്തിൽ സൂചിപ്പിച്ച വിഷയം എന്നുണർത്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത ആയത്ത് തുടങ്ങിയാൽ കുറെ പറയേണ്ടതുണ്ട്. അപ്പൊ ഇന്ന് തീരെ വയ്യ എന്ന് തോന്നണോണ്ട് നിങ്ങളൊക്കെ ദ്വാരക്കണം എന്ന് വസിയത്ത് ചെയ്ത് ഇൻഷാ അല്ലാ നാളെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന പ്രതീക്ഷിക്കണേ. പിന്നെ സമയം സുഖായാൽ നാളെ എന്തായാലും വിശദമായി സംസാരിക്കാം. കോട്ടൂർ സാറിന്റെ ക്ലാസ് നാളെ ഉണ്ടാവില്ലാത്തതുകൊണ്ട് ചിലപ്പോ കുറച്ച് നേരത്തെ തന്നെ തുടങ്ങാൻ നമുക്ക് പറ്റുമോ നോക്കാം ഇൻഷാ അല്ലാ. ഏതായാലും നിങ്ങളൊക്കെ ദ്വാരക്കണമെന്ന് വസിയത്ത് ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവന്റെ ദീനിന്റെ ഖിദ്മത്തിന്, പ്രത്യേകിച്ച് ഇൽമിന്റെ വ്യാപനത്തിന് സഹകാരികളാകാനും സഹായികളാകാനുമുള്ള എല്ലാ വഴികളും
അള്ളാഹു നമുക്ക് എല്ലാവർക്കും എളുപ്പമാക്കി തരുമാറാവട്ടെ. നമ്മുടെ ക്ലാസ് റൂം ഉൾപ്പെടെ ദീനി സംരംഭങ്ങളുടെ എല്ലാ സഹകാരികൾക്കും അള്ളാഹു തആല പ്രത്യേകം ബർക്കത്ത് നൽകുമാറാവട്ടെ. നമുക്കൊക്കെ മരിച്ചുപോയ എല്ലാവരുടെയും പരലോകം പടച്ചവൻ സന്തോഷമാക്കുമാറാവട്ടെ.